സിനിമ നടൻ എന്നുള്ള സുരേഷ് ചേട്ടനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ എവിടെയെങ്കിലും തിരക്ക്, ഏതെങ്കിലും ഓഫീസിൽ തിരക്ക് എൻ്റെ അടുത്ത് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. സൗണ്ടും ഫേസുമായിട്ട് ദിവ്യദർശൻ ചേട്ടൻ്റെ ലുക്ക് വരുന്നുണ്ട്. ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്. കയ്യിൽ കണ്ടു, കല്യാണം കഴിഞ്ഞാന്ന് മനസ്സിലായി. അതോ നിശ്ചയം കഴിഞ്ഞാന്നോ? വെളിപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? നീ ഒരു മിനിറ്റ് 5 മിനിറ്റ് കൂടെ തീർന്നിരുന്നു. ഞാൻ കൺട്രോളറെ വിളിച്ചോളൂ. ഹലോ. അല്ല, വിഷ്ണു ഇപ്പം പോയാൽ നീ എന്നെ ഇന്റർവ്യൂ എടുക്കത്തില്ല. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. നമ്മളെ സീരിയൽ ലൊക്കേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മാനത്തെ കൊട്ടാരത്തിൽ ഇപ്പോൾ കുറേ നല്ല ന്യൂ ജെൻ ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരാളാണ് എന്നോടൊപ്പം ഉള്ളത്, വിഷ്ണു TR. വിഷ്ണു, നമസ്കാരം. ഈ ന്യൂ ജെൻ എന്ന് പറയുമ്പോൾ ന്യൂ ജെൻ അല്ല, 4ാമത്തെ സീരിയലല്ലേ അല്ലേ? ഇപ്പം ജനറേഷനിൽ എനിക്ക് തോന്നുന്നു ഈ സീരിയലിൽ കുറച്ചും കൂടെ വിഷ്ണു എല്ലാവരിലേക്കും എത്താൻ ചാൻസ് ഉള്ളൊരു അല്ലേ? എത്തിപ്പെടും. കാരണം എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ളൊരു, പിന്നെ ഡയറക്ടറൊക്കെ ചെറിയ ഡയറക്ടറല്ല കൈപ്പെട്ടിരിക്കുന്നത്, സൈസാറിൻ്റെ. ഇപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ. ഇപ്പം മാനത്തെ കൊട്ടാരം 12-ാം തീയതി ടെലികാസ്റ്റിംഗ് തുടങ്ങുന്നു. അന്ന് മുതലുണ്ടോ ടെലികാസ്റ്റിംഗ്? തൊട്ട് ആൾക്കാരിലേക്ക് ഉണ്ടോ? ഇതിലത് എന്ത് കഥാപാത്രം ചെയ്യുന്നത്? ഇതിൽ നായകന്റെ കൂട്ടുകാരനായിട്ട് സഹചാരിയാണ്. എല്ലാ കാര്യത്തിനും എല്ലാത്തിനും അതിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ അതിന് മുമ്പ് കുറെ സീരിയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയായിരുന്നു? ഞാൻ ആദ്യം ചെയ്ത ഫ്ലവേഴ്സിലെ വിശ്വസിച്ചോ ഇല്ലയോ, അതൊരു പ്രോഗ്രാം ആയിരുന്നു. അതൊരു ഹൊറർ ക്രൈം പ്രോഗ്രാം. അതിന്റെ റിയാലിറ്റി. പിന്നീട് ചെയ്തത് മാളികപ്പുറത്തിൽ ഒരു ഭദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. അതിനുശേഷം കണ്ണൻ താമരക്കണ്ണ സാറിന്റെ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന അബിയുടെ എൻ്റെ വീട് എന്ന് പറയുന്നത്. കണ്ണൻ സാറ് ഫിലിം ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് നമ്മുടെ ചാനൽ കണ്ടിട്ട്? എങ്ങനെയുണ്ട്? ഇപ്പം വിഷ്ണുവിനെ പോലുള്ള ആൾക്കാർ എടുക്കുമ്പം ചിലരെങ്കിലും ചോദിക്കും, ഇവരൊക്കെ അത്ര ഫെമിലിയർ അല്ലല്ലോ, ഫേമസ് അല്ലല്ലോ എന്ന്. നിങ്ങളൊക്കെയാണ് ഇനി സീരിയലിലൂടെ മാനത്തെ കൊട്ടാരത്തിലൂടെ ഫേമസ് ആവാൻ പോകുന്നത് അല്ലയോ? അങ്ങനെ ആവട്ടെ അല്ലേ? അങ്ങനെ തന്നെ ആവും, തീർച്ചയായിട്ടും ആവും. ഇതെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു കാര്യമല്ല, നല്ല വേഷങ്ങൾ എപ്പോഴും കിട്ടുന്നൊരു കാര്യമല്ല. എനിക്കൊന്ന് വിഷ്ണു കുറേ ട്രൈ ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി ഫേസ് കാണുമ്പോഴേ. ഈ അഭിനയമാണോ ഈ ജീവിതം? ഞാൻ ശരിക്കും പറയാം പ്രവാസിയായിരുന്നു ഞാൻ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ആഗ്രഹം, ഉള്ളിൻ്റെ ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ കോവിഡ് സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ വരികയും പിന്നീട് ഇപ്പൊ ഷോട്ടില്ലത് സീരിയല്ലേ പറഞ്ഞേ? സത്യമായിട്ടും അതെ, 5 മിനിറ്റ് അതെ, 5 മിനിറ്റ് അളിയാ. ഇത് നീയല്ലേ വന്ന് പിടിച്ചിരുത്തേ ഇവിടെ? ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേട്ടാ? ഇവന് ഒരു 5 മിനിറ്റ് കൂടെ പ്ലീസ്. എടാ ഒരു 5 മിനിറ്റ് കൂടെ, 5 മിനിറ്റ് കഴിഞ്ഞ 5 മിനിറ്റ് കൂടെ, ഒരു 5 മിനിറ്റ് കൂടെ. ഇരുന്നു ബ്രോ, കുഴപ്പമില്ല. വിഷ്ണു ഇരുന്നു. എടാ അകത്തല്ലേ എടുക്കുന്നേ, നീ സമാനപ്പെടലേ? നീ ഒരു മിനിറ്റ് ഒരു 5 മിനിറ്റ് കൂടെ പ്ലീസ്. അല്ലല്ല, അത് ഒരു 5 മിനിറ്റ് കൂടെ. 5 മിനിറ്റ് നമ്മളിപ്പം വന്നിട്ട് തരാൻ ചേട്ടാ. അതല്ല, ഇവ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രാങ്ക് കയറാറുണ്ട്, അതാണെന്ന് എനിക്ക് അറിയത്തില്ല. സീരിയസ്ലി ആണോ? തീർന്നിരുന്നു പറഞ്ഞു? ആണോ? ഇപ്പൊ വിടാന്ന് ഒരു 5 മിനിറ്റ്. എടേ, മഴയ്ക്ക് വെളിയിൽ അകത്തല്ലേ ഷൂട്ട് നടക്കുന്നത്? അവിടെ കുഴപ്പമില്ല, ഇത് ചുമ്മാതാ. അല്ല ചുമ്മാ ഞാൻ എന്നില്ല, കൺട്രോളറെ വിളിച്ചോളൂ. നില്ല പോലെ ഞാൻ വിളിച്ചോട്ടെ. അവിടെ വിഷ്ണു അവിടെ നില്ല. ഇപ്പൊ സീൻ എടുക്കുന്നതിനകത്ത് വിഷ്ണു ഉണ്ടോ? അറിയില്ല. ചേട്ടാ, ദിവ്യ ചേട്ടാ, എടാ നിന്റെ പേരെന്തോ? ഈ ജോബിൻ വന്ന് കൂടെ വന്നാണ്ട് ഇവിടുന്ന് ഓരോ ആർട്ടിസ്റ്റിനെ വിളിച്ചോണ്ട് താഴെ പിടിച്ചിരുത്തുക, ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ചേട്ടാ, വിഷ്ണു TR ജോബിൻ ഒന്ന് മാറിപ്പോ സംസാരിച്ചെന്ന്. ദിവ്യ ചേട്ടൻ ഒന്ന് മാറി സംസാരിച്ചു. കട്ടിയല്ലേ? ഹലോ. ശരി ചേട്ടാ, ശരി. വിടണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ ഇരുന്നു. ഒരു കുഴപ്പമില്ല. ഇല്ല, നീ പോ. നീ കളി കാലല്ല, നീ പോ. അല്ല ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ ഈ മാതിരി കാണിച്ചില്ല. ഇപ്പൊ ദീപിച്ചേട്ടൻ പറഞ്ഞില്ലെന്ന്. ഇല്ല
വിഷ്ണു ഒരു മിനിറ്റ് വിഷ്ണു ഒരു മിനിറ്റ് സമയത്താ. ഹലോ, ജോബിനോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞു? ഷൂട്ടില്ലെന്നല്ലേ? ആണല്ലോ. വിഷ്ണു അപ്പോഴാണ് വന്നിരുന്നത് ഇവിടെ. ഞങ്ങൾ ഇത്രയും ദൂരം നിന്ന് വന്നിട്ട് ഇവന് 2 പ്രാവശ്യം ഇവന്ന് വിളിക്കാൻ, കാരണം ഞങ്ങൾ പരിചയം ഉണ്ടായിട്ടാണ്. സോറി കേട്ടോ. ഇപ്പം ഈ ബ്രോ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് തന്നു. പക്ഷെ ഇപ്പം ദിവ്യ ചേട്ടൻ പറഞ്ഞ് അവനെ വിടണ്ട, അവൻ ചുമ്മാ തലക്കോളാം. അവിടെ വേറെ ആർക്കും 4 പേർക്ക് ഷൂട്ട് കിടക്കാണ്. മോനെ നീ ചേട്ടൻ നോക്കിയിട്ട് നേടാം, നീ സൈഡിൽ കൂടെ നോക്കിയിട്ട് നേടാം. താഴെ ആരൊക്കെ ഷൂട്ട് ഉണ്ടോ? നില്ല ഒരു മിനിറ്റ്, നിനക്ക് കൺട്രോളർ വേണം, ഇവൻ വേണം, ജോബിൻ വേണം. കൺട്രോളറാണ് നിനക്ക് വർക്ക് ചെയ്തത്. ഉണ്ടോടാ ഷൂട്ട് കിടക്കുവാണ് അവിടെ, ഷൂട്ട് കിടക്കാം. നോക്കിയടാ, നിനക്ക് ഇന്ന് ഓണാന്നില്ലേ? അവിടെ നില്ല. ജോബിനെ തമാശ കാണിക്കാ. ജോബിനെ പ്ലീസ്, പ്രാങ്കാതെ നീ അത് പറ. പ്രാങ്ക് അല്ലടാ, പ്രാങ്ക്. അതുപോലെ നേരെ പറയാൻ അറിയത്തില്ല. ചുമ്മാ പ്രാങ്ക് ഇല്ല. നിക്ക ഷൂട്ട് കിടക്കാം. ചേട്ടാ ഒന്ന് നോക്കിയേട്ടാ, താഴെ ഷൂട്ട് കിടക്കാം പ്ലീസ് ചേട്ടാ. നോക്കിയാ അഭിനയം അല്ലടാ ജോബിനെ, എടാ അഭിനയം പോലെ അതുപോലെ നേരെ പറയാം. അല്ലല്ല വിഷ്ണു, ഞാൻ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് വന്നേ മോശം. ഞാൻ വിഷ്ണു ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ വിഷ്ണുവിന്റെ? വിഷ്ണുവിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണോ? ചേട്ടാ ഷൂട്ട് കിടക്കല്ലേ അവിടെ? ആ ഫ്രെയിം. അപ്പൊ പിന്നെ ഇവനെ അവിടെ കൊണ്ടിരുത്താൻ പോകുന്നതാ നീ? എടേ അത് നടക്കും. എൻട്രി ആവാൻ മമ്മൂട്ടിയാന്ന് അവൻ. ജോബിനെ പ്ലീസ് ദയവ് ചെയ്ത്, ഞങ്ങൾ വരുമ്പോഴെല്ലാം നിന്റെ ലൊക്കേഷനിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ്. എടാ അവിടെ സീരിയസ്ലി ഫ്രെയിം ആണ് അവിടെ. ചേട്ടാ അവിടെ അല്ല വിഷ്ണു ഇപ്പൊ പോയാൽ നീ എന്നെ ഇന്റർവ്യൂ എടുക്കത്തില്ല. കാരണം എന്റെ ഇന്റർവ്യൂവിന് വേണ്ടി ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്നുണ്ട്. അത് വിഷ്ണു എന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ. ഇയാളെ നേരത്തെ അല്ല ഒരു നോക്കട്ടെ ആണോ? എന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അല്ല, എന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കുറെ പേര്. വിഷ്ണു കണ്ടിട്ടുണ്ട് എന്റെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ട്? ആണല്ലോ. ഇപ്പൊ ഈ സീരിയൽ മാനത്തെ കൊട്ടാരം സീരിയൽ എന്ന് പറയുന്നത് ഏറ്റവും മുന്നിൽ വരുന്ന സീരിയലാണ്. ഉറപ്പാണ്, സൈസാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേന് വിഷ്ണു വേറെ ലെവലാണ്. ഈ സീരിയൽ അല്ലെ വേറെ സീരിയൽ കിട്ടുമെന്ന് നിങ്ങൾക്ക്. പക്ഷെ ജോബിനെ വളരെ മോശമാണ് ഇത്. അപ്പൊ ഗസ്റ്റിനാടാന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അന്ന് നീ ആദ്യം എന്നോട് ചേട്ടാ എന്നോടല്ലേ ഒന്ന് പറയേണ്ടത്, അല്ലെ ഒരു നിമിഷം പറയട്ടെ എന്ന് പറയേണ്ടത്. അല്ല ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ്. എന്തോ ഷോട്ട് നിന്റെ ഒരു മിനിറ്റ്, നിന്റെ ഷോട്ട് അല്ലെങ്കിൽ നീ ചെയ്യോ? പറയാൻ പോലെ ചെയ്യോ? നീ ഇപ്പൊ ഇന്റർവ്യൂ എടുത്ത് പ്രാങ്കാ. നമുക്ക് ഇനി മുന്നോട്ട് പോവാം. ഇത് മാനത്തെ കൊട്ടാരം നിങ്ങൾക്ക് ടീം തന്ന ജോബിന് തന്നൊരു പ്രാങ്ക് കേട്ടോ. ഇത് വിഷ്ണുവിന് തന്നൊരു പ്രാങ്കാണ്. വിഷ്ണു കേട്ടോ. ഇവിടെ അവന്റെ മോന്ത നടത്താണ്ട് തുടുത്ത് അവന് ഇപ്പൊ വിറയ്ക്കുന്നു, മോഹകരിക്കുന്നു. അല്ല കരച്ചിലുണ്ട്, എന്ന ചിരിയിലുണ്ടാ കരച്ചിൽ. എന്താ അറിയാമോ വിഷ്ണു? അല്ല ആ കരഞ്ഞു കേട്ടോ. സീരിയസ്ലി എടാ എനിക്ക് ആ ഫ്രെയിമിൽ ചേട്ടൻ വന്ന് പറഞ്ഞില്ലേ, ആ ഫ്രെയിമിൽ അവരെ ഉള്ളൂ. ജോബിനെ താങ്ക് യൂടാ, ചുമ്മാ പറഞ്ഞാന്ന് കേട്ടോ.